Hi all, welcome to Actionist Learning Online Classes. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6 തൊട്ട് 12 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ 13ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ അതിൻ്റെ 13ാമത്തെ ക്വസ്റ്റ്യൻസ് തൊട്ടിട്ട് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം കേട്ടോ. 13ാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് does not change when light passes from one medium to another having different types of അല്ലെങ്കിൽ different optical density എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റി ഡസ് നോട്ട് ചേഞ്ച് ദ ലൈറ്റ് പാസസ് ഫ്രം, അതായത് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ട്. അത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ, ലൈറ്റ് പാസ് ചെയ്യുമ്പം അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡസ് നോട്ട് ചേഞ്ച് ആവാത്തത് ഏതിനാണെന്നാണ് നമ്മോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ തന്നത് എ ഇസ് ഇൻറ്റൻസിറ്റി, വെലോസിറ്റി, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആണ്. ദെൻ ദ ആൻസർ ഈസ് ഫ്രീക്വൻസി ആയിരിക്കും കേട്ടോ. അതാണ് 13ാമത്തിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഫ്രീക്വൻസി ആണ് ആൻസർ. ഡസ് നോട്ട് ചേഞ്ച് ഫ്രീക്വൻസി. കാരണം എന്താ നോക്കട്ടോ. When the light travel from one medium to another medium and its speed and wavelength changes, സ്പീഡും എന്താവും? സ്പീഡും വേവ് ലെങ്ത്തും ചേഞ്ച് ആവും. അതായത് ഇവിടെ തന്നേരാ വേവ് ലെങ്ത് ഉണ്ട്, അതായത് വേവ് ലെങ്ത് സ്പീഡും ചേഞ്ച് ആവും. നമ്മോട് ചോദിച്ചേക്കുന്നത് ഡസ് നോട്ട് ചേഞ്ച് എന്നാണ്. ചേഞ്ച് ആവാത്തത് ആണ് നമ്മളോട് ചോദിച്ചത്. ഇപ്പോൾ വെലോസിറ്റിയും വേവ് ലെങ്ത്തും എന്താവും? ചേഞ്ച് ആവും. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഷുവറാണ് വെലോസിറ്റി അതുപോലെ തന്നെ വേവ് ലെങ്ത്തും ചേഞ്ച് ആവും. ഓക്കെ, ഇതാണ് ഇവിടെ തന്നത് കേട്ടോ. ആൻഡ് സ്പീഡ് ആൻഡ് വേവ് ലെങ്ത് ചേഞ്ച്. ബട്ട് ദ എനർജി ഓഫ് ഫോട്ടോൺസ്, എനർജി ഓഫ് ഫോട്ടോൺസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഐൻസ്റ്റീൻ്റെ. അപ്പോൾ ആ കേസിൽ എനർജി ഓഫ് ഫോട്ടോൺസ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ദസ് എ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആണ് അല്ലേ. ആൻഡ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇൻറ്റൻസിറ്റി എന്താവും? റിഫ്ലക്ഷനും റിഫ്രാക്ഷനും കാരണം ഇൻറ്റൻസിറ്റി ചേഞ്ച് ആവും. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആൻഡ് ദ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ഹാവ് ആൻ ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോവുകയാണെങ്കിൽ ചേഞ്ച് ആവാത്തത് ഏതാണ് മക്കളെ? ഫ്രീക്വൻസി ആയിരിക്കും. ഇൻറ്റൻസിറ്റി ചേഞ്ച് ആവും. കാരണം എന്താണ്? റിഫ്ലക്ഷനും റിഫ്ലക്ഷനും കാരണം ഇൻറ്റൻസിറ്റിയിൽ മാറ്റം വരും. അതുപോലെ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പം നമ്മുടെ വെലോസിറ്റിയും വേവ് ലെങ്ത്തും എന്തായിരിക്കും? ചേഞ്ച് ആവും. അപ്പോൾ മാറ്റം വരാത്തത് ആർക്ക് മാത്രമാണ്? നമ്മുടെ ഫ്രീക്വൻസിക്ക് മാത്രമാണ് കേട്ടോ. അതായത് ഫ്രീക്വൻസി എന്നവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫോട്ടോൺസ്, എനർജി ഓഫ് ഫോട്ടോൺസ് ആണ്. ആൻഡ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് കേട്ടോ. ക്ലിയർ ആണല്ലോ 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെൻ കൊളിമേറ്റഡ് ലൈറ്റ് വേവ് ആർ ഇൻസിഡൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് എ പോളറൈസ്ഡ് മീഡിയം. പോളറൈസ്ഡ് ലൈറ്റ് ഒക്കെ പഠിച്ചല്ലേ? അൺപോളറൈസ്ഡ് ലൈറ്റ് ഒക്കെ. At an angle is equal to the polarizing angle and the angle between the corresponding reflected and refracted ray is, and the answer is 90 degree ആയിരിക്കും. പറഞ്ഞൂടെ? അതായത് ഒരു പോളറൈസിങ് മീഡിയമാണ്. ആൻഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു പോളറൈസിങ് ആംഗിൾ. ആൻഡ് കൊളിമേറ്റർ ലൈറ്റ് ഇതിലോട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ റേസ് ചെയ്യും. എന്ത് ചെയ്യും? ഇൻസിഡൻറ്റ് റിഫ്ലക്റ്റ് ചെയ്യും, റിഫ്രാക്റ്റും ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന ആംഗിൾസ് എന്തായിരിക്കും എന്നാണ് നമ്മോട് ചോദിച്ചത്. ആൻഡ് ദ ആൻസർ ഈസ് 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. പഠിച്ചല്ലേ? ബ്രൂസ്റ്റേഴ്സ് ലോ. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ 1 വേർഡ് MCQ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മക്കളെ? ഒന്നും കൂടെ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ആൻസർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കത്തും, ഇതാണല്ലോ പറഞ്ഞത്, ഇങ്ങനെയാണല്ലോ, ഈ ലോ ആണല്ലോ, അല്ലെങ്കിൽ ഈ തിയറി ആണെന്നല്ലോ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രൂസ്റ്റേഴ്സ് ലോ ആണ് കേട്ടോ. ആൻഡ് വെൻ ദ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് എ പോളറൈസ്ഡ് ആംഗിൾ, ഉദ്ദേശിക്കുന്നത് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആണ്. And the reflected ray is completely plane polarized and it's perpendicular to the refracted ray and therefore the angle is between them എന്തായിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? polarized angle and the reflected ray is completely plane polarized. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ റിഫ്ലക്റ്ററും റിഫ്ലാക്റ്ററിൻ്റെ ആംഗിൾ എന്തായിരിക്കും മക്കളെ?
90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 15ാമത്തതൊരു പ്രോബ്ലം ആണ് കേട്ടോ. ആൻഡ് a boat at an angle is rocked by waves where crests are 100 meter apart and velocity 25 meter second inverse and the boat bounds up in a eddy എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ്, അതായത് 100 മീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ വെലോസിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ആൻഡ് ദ വേവ് ക്രസ്റ്റ് 100 മീറ്റർ എപ്പാർട്ട്. അപ്പോൾ വേവ് ലെങ്ത് ആണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നോട് നോക്കാം. A boat at anchor is rocked by waves by crest. അപ്പം ബോട്ട് എന്നിലൂടെ പോകുമ്പം അപ്പം അവിടെ എന്താണടാ? റോക്ക്ഡ് ബൈ വേവ് ഇസ് ക്രസ്റ്റ്. അപ്പം വേവിൻ്റെ ക്രസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ നേരിട്ട് വേവ് ലെങ്ത് എന്നല്ല തന്നേക്കുന്നത്. അപ്പം വേവ്സ് വെർ ക്രസ്റ്റും ട്രഫുല്ലേ. അപ്പോൾ ക്രസ്റ്റ് വേവ് ലെങ്ത് എത്രയാണ് തന്നത്? ലാംഡയാണ് ഇവിടെ തന്നത് കേട്ടോ. ലാംഡ 100 മീറ്റർ ആയിരിക്കും. ആൻഡ് വെലോസിറ്റി തന്നിട്ടുണ്ട്, ലാംഡ തന്നിട്ടുണ്ട്, അതുപോലെ വെലോസിറ്റി തന്നിട്ടുണ്ട്. എന്തായിരിക്കും നമുക്ക് കാണേണ്ടത്? നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം എന്തായിരിക്കും. സെക്കൻഡാണ് യൂണിറ്റ് തന്നത്. അപ്പോൾ എന്താ മക്കളെ? ടൈമല്ലേ. അപ്പോൾ ആൻസർ ഒന്നാമത്തെ എന്താണ് തന്നിട്ടുണ്ട്? 0.25 സെക്കൻഡ്. ആൻഡ് ബി ഈസ് 4 സെക്കൻഡ് ആൻഡ് സി 15 സെക്കൻഡ് ആൻഡ് ഡി ഈസ് 100 സെക്കൻഡ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ടൈമാണ്. നമുക്ക് ആകെ അറിയാം എന്താണ്? വേവ് ലെങ്തും തന്നിട്ടുണ്ട്, അതുപോലെ വെലോസിറ്റിയും തന്നിട്ടുണ്ട് കേട്ടോ. മിസ് താഴെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ ഓരോന്നിൻ്റെ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ എന്താണ്? 15ാമത്തെ ഒരു പ്രോബ്ലം ആണ്. ലാംഡ എത്ര തന്നിട്ടുണ്ട്? 100 മീറ്റർ തന്നു. അതുപോലെ തന്നെ വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ടൈം പീരീഡാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ടി ആണ്. നമുക്ക് ആ ഓപ്ഷൻസിലോ എല്ലാത്തിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു അവിടെ? സെക്കൻഡ് അല്ലേ. അപ്പോൾ ടൈം പീരീഡ് ആണ് കണ്ടത്. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ വി. ലാംഡ എന്താണ്? 100, വെലോസിറ്റി 25. അപ്പം നമുക്ക് എത്രടാ? 100 4 സെക്കൻഡ് കിട്ടും. അപ്പം ആൻസർ ഈസ് എന്താണ്? ആൻഡ് സോ ദ ബോട്ട് ഈസ് ബോയിൻസ് അപ്പ് എവരി 4 സെക്കൻഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 15ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. പ്രോബ്ലം ആണ്. ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആൻഡ് 2 coherent waves having intensities in the ratio. 2 coherent വേവ് ഉണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ തന്നിരിക്കുന്നത് 9.1 ആണ്. ആൻഡ് പ്രൊഡ്യൂസ് ഇൻ്റർഫറൻസ്. എടാ കോറൻറ്റ് സോഴ്സസ് അല്ലേ ഇൻ്റർഫറൻസിൽ പങ്കെടുക്കുന്ന വേവ്സ് അല്ലേ കോറൻറ്റ് വേവ്സ്. അപ്പോൾ 2 കോറൻറ്റ് വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യും എന്ത്? ഇൻ്റർഫറൻസ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന റേഷ്യോ ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കാണാൻ പറഞ്ഞത്. ആ ഇൻ്റർഫറൻസ് ഉണ്ടാകുമ്പോൾ ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ മാക്സിമം മിനിമം ഇൻറ്റൻസിറ്റി കാണാനാണ് നമ്മോട് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളെങ്ങനെ കാണും നോക്കാം കേട്ടോ. 16ാമത്തെ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. I1 I2 നമ്മളെന്താടാ? I is proportional to A square എന്നല്ല പഠിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇൻറ്റൻസിറ്റി എന്താണ്? ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. I is proportional to A square. നോട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ I1 is to I2 ആണ്. നമുക്ക് എത്ര തന്നത്? 9:1 ആണ്. 9:1 തന്നു. അപ്പം I1/I2 നമുക്ക് എങ്ങനെ എഴുതാം? I1/I2 ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ നമ്മൾ എഴുതുന്ന I1/I2 എത്രയാ? 9/1. 9/1 എഴുതി. അപ്പം ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ എന്തായിട്ട് മാറൂടാ? ഇതിങ്ങനെ റൂട്ട് വന്ന് ഇതാ ഇക്വേഷൻ പ്രകാരം. അതായത് I ഈസ് പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ ആണ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്തിന് പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി എന്തിന് പ്രൊപ്പോർഷണലാണ്? ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? A/2 റൂട്ട് ഓഫ് ഇതിൻ്റെ റൂട്ട് വരും, സ്ക്വയർ വരും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 9/1 എഴുതി. റൂട്ട് 9
3 ആണ് ബൈ 1. അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും മക്കളെ? 3/1 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ 9/1 ആണ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ എന്താണ്? 3/1 ആണ്. എങ്ങനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കണ്ട്? ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ വെച്ചിട്ട് ആംപ്ലിറ്റ്യൂഡ് കണ്ടു ഈ ഇക്വേഷൻ പ്രകാരം. I ഈസ് പ്രൊപ്പോർഷണൽ ടു A² വെച്ചിട്ട് നമ്മൾ ഇൻറ്റൻസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ കണ്ടു. അങ്ങനെ ഇൻറ്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡിൻ്റെ ഒക്കെ റേഷ്യോ കണ്ടു. നമുക്ക് കാണേണ്ടത് മാക്സിമം ഇൻറ്റൻസിറ്റി മിനിമം ഇൻറ്റൻസിറ്റി ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി മിനിമം ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ I മാക്സ് എന്ന് പറയുമ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ A1 + A2 പ്ലസ് ആണ് മാക്സിമം വരിക, മൈനസ് വരുമ്പോൾ മിനിമം ആയിരിക്കും. അപ്പോൾ A1 + A2യുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം എന്തായിരിക്കും? 4ൻ്റെ സ്ക്വയർ ആയി. 4ൻ്റെ സ്ക്വയർ എന്താണ്? 16 ആണ്. ഇനി I മിനിമം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? രണ്ട് ആംപ്ലിറ്റ്യൂഡും കുറയ്ക്കുകയാണ്. അപ്പോൾ A1 - A2യുടെ ഹോൾ സ്ക്വയർ, അപ്പോൾ 3 - 1ൻ്റെ സ്ക്വയർ 4 കിട്ടി. ക്ലിയർ ആണോ? ഇനി I മാക്സ് ബൈ I മിനിമം എന്തായിരിക്കും ഇവിടെ? 16 / 4 = 4/1. സോ നമ്മുടെ ആൻസർ ഈസ് എന്തായിരിക്കും? മാക്സിമം ഓർ മിനിമം ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ 4:1 ആയിരിക്കും ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ? സിമ്പിളാണ്. ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇങ്ങനെ കുറച്ച് ടഫാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? 4:1 ആണ് നമ്മുടെ ആൻസർ വരിക. ഏതിൻ്റെടാ? പതിനാറാമത്തെ ക്വസ്റ്റ്യൻ 4:1 കേട്ടോ. അപ്പം നമ്മുടെ സെക്ഷൻ എയിൽ 1 to 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ സെക്ഷനാണ്. അപ്പം ഒന്നാമത്തെ സെക്ഷനിൽ ഞാൻ 1 തൊട്ട് 5 വരെ പറഞ്ഞു. രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ 6 തൊട്ട് 12 വരെ പറഞ്ഞു. ഇനി 12 തൊട്ട് 13 തൊട്ട് 15 വരെ 16 വരെയാണ് ഈ സെക്ഷനിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ സെക്ഷൻ. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ? 17 വരെ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഇതാ 13ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഡസ് നോട്ട് ചേഞ്ച് വെൻ ലൈറ്റ് പാസ് വൺ മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്താണ് ചേഞ്ച് ആവാത്തത്? സോ ദ ആൻസർ ഈസ് ഫ്രീക്വൻസി ആയിരിക്കും. ഇൻറ്റൻസിറ്റി ചേഞ്ച് ആവും, വെലോസിറ്റിയും വേവ് ലെങ്ത്തും എന്താണ് മക്കളെ? ചേഞ്ച് ആവും. അതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് 14ാമത്തെ എന്തായിരുന്നു? ആൻഡ് ദ കൊളിമീറ്റർ വേവ് ലെങ്ത്, അതിൻ്റെ ആംഗിൾ, അതായത് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ, ബ്രൂസ്റ്റേഴ്സ് ലോ വെച്ചിട്ടാണ് നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്ത് 90 ഡിഗ്രിയാണ് ആൻസർ. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 12 അല്ല, സോറി കേട്ടോ മക്കളെ. 13 കഴിഞ്ഞു, 14 കഴിഞ്ഞു. ഇനി വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പ്രോബ്ലം ആയിരുന്നു. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടു. ഇനി 16ാമത്തേത് എന്തായിരുന്നു? മാക്സിമം ഓർ മിനിമം ഇൻറ്റൻസിറ്റി കാണാൻ. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? മിനിമം ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ കാണണം, ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ കാണണം, പിന്നെ അതിൽ നിന്ന് എന്ത് കാണുക? മാക്സിമം മിനിമം ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ കാണാം കേട്ടോ. ആൻസർ ഈസ് 4:1 കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് 17 തൊട്ട് 28 വരെയാണ്. 17 തൊട്ട് ഈ സെക്ഷനിൽ തന്നെ സെക്ഷൻ എയിൽ തന്നെ വരുന്ന പാർട്ടാണ് 17 തൊട്ട് 28 വരെ. നോക്കുക, നോട്ട് ദ ക്വസ്റ്റ്യൻ നമ്പർ 17 to 28 ആർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓഫ് 2 മാർക്കാണ്. ഇപ്പോൾ ഇതുവരെ MCQ ആയിരുന്നു, 1 മാർക്കായിരുന്നു. ഇനി 17 തൊട്ട് 28 വരെ വരുമ്പോൾ എന്തായി മക്കളെ? 2 മാർക്കായിട്ടാ. നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, അപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം കേട്ടോ. 17ാമത്തെ എന്താ? റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ദ ആൻസർ ദ ക്വസ്റ്റ്യൻസ് A and B ദാറ്റ് ഫോളോ ഇറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇത് ആക്ച്വലി ഒരു ലോ ആണ്. ആൻഡ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അസേർട്സ് ദ ഇക്വാലൻസ് ഓഫ് ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് ലൈറ്റ്, ഹൗവർ ഇറ്റ്സ് ഫീൽഡ്സ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയാം, സെക്കൻഡ് ലോ അറിയാം, തേർഡ് ലോ അറിയാം, 0th ലോ ഒക്കെ പഠിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എന്താണ്? ഇക്വലൻസ് ഓഫ് ലൈറ്റ് ആൻഡ് അതർ ഫോം ഓഫ് എനർജി ആണ് പഠിക്കുന്നത്. അപ്പം അതിൽ കുറച്ച് ഫീൽഡ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ടു ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ആൻഡ് ടു പ്രൊവൈഡ് ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് heat can be converted into work and to indicate the extent to which heat can be converted into work. അപ്പോൾ ഇത് 1, 3 അതായത്
ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തന്നു, പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ഫെയിൽസ് തന്നു. എന്താണ്? ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റിൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ്, അതുപോലെ എന്താണ് ഹീറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്, അതിൻ്റെ പ്രൊവൈഡഡ് കണ്ടീഷൻസ്, പിന്നെ ഹീറ്റ് കൺവേർട്ടഡ് ഇൻ ടു വർക്കിൻ്റെ എക്സ്റ്റെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ലോയും വെച്ചിട്ട് നമുക്ക് A, B എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്വസ്റ്റ്യനാണ് തന്നത്. ഒന്നാമത്തേത് ദ ലോ ഓഫ് തെർമോഡൈനാമിക്സ് which forbids the conversion of 100% of heat into work is എന്താണ്? എന്തായിരിക്കും? ഒരു മിനിറ്റ്. ഓക്കെ, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ, അതിൻ്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്? ദ ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിച്ച് ഫോർബിഡ് ദ കൺവേർഷൻ ഓഫ് 100% ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക് വിൽ ബി. എന്താണ്? ഏത് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ് കൺവേർഷൻ ഓഫ് 100% ഓഫ് ഹീറ്റ് ഇൻ ടു വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? സോ ദ ആൻസർ ഈസ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് കേട്ടോ. ആൻഡ് ദി ബി ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് forms of light is most closely associated with heat? is kinetic energy. ഓക്കെ, ഏത് എനർജിയാണ് നമ്മുടെ ഹീറ്റായിട്ട് മോസ്റ്റ്ലി അസോസിയേറ്റ് ചെയ്ത എനർജി എന്നാണ് നമ്മളോട് ചോദിച്ചത്. ആൻസർ ഈസ് പൊട്ടൻഷ്യൽ എനർജി, മാഗ്നറ്റിക് എനർജി, സൗണ്ട് എനർജി, കൈനറ്റിക് എനർജിയാണ്. എന്താടാ കൈനറ്റിക് എനർജി അല്ലേ? കൈനറ്റിക് എനർജി അല്ലേ ആൻസർ വരിക. അപ്പം ഇവിടെ ഉണ്ട് ആൻസർ കേട്ടോ. 15ൻ്റെ 16 കഴിഞ്ഞു. ഇനി 17ാമത്തിൻ്റെ ഏയുടെ ആൻസർ എന്താണ്? സോ ദ ആൻസർ ഈസ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ദ ലോ ഓഫ് ഫോർബിഡ്സ് 100% ഓഫ് ഹീറ്റ് ഈസ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. ഏതാണടാ? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ആൻസർ വരിക. സോ ദ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഹീറ്റ് ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ എന്താണ്? ഹീറ്റ് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യുന്ന ഏത് എനർജിയാണ്? കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ആയിട്ടായിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ 17ൻ്റെ A-Bയുടെ ആൻസർ കേട്ടോ. ക്ലിയർ ആണല്ലോ? ആദ്യം നമ്മൾ ആ ലോ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിക്കുക, പിന്നെ A-B ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എന്തായാലും ഇത് 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനൊരു മാർക്ക് ഇതിനൊരു മാർക്ക് കറക്കി കുത്തും അല്ലേ? എന്താന്ന്? സോ ദ ആൻസർ എന്താണ്? സെക്കൻഡ് ലോ ആണ്. ഇതിൽ കൈനറ്റിക് എനർജിയാണ് കേട്ടോ. അപ്പം ഇതിനൊരു മാർക്ക് ഇതിനൊരു മാർക്ക് 2 മാർക്ക്. ക്ലിയർ അല്ലേ? ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ വന്ന് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ ഓപ്ഷൻസ് ടു ഗിവൻ ദ ബ്രാക്കറ്റ് ബിലോ. കുറച്ച് ബ്രാക്കറ്റിനകത്ത് കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്. അൾട്രാവയലറ്റ് റേസ്, അതായത് UV റേസ്, ഗാമ റേസ്, ഹീറ്റ് വേവ്സ്, റേഡിയോ വേവ്സ്. ബ്രാക്കറ്റിനകത്ത് അതാണ് തന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ നോക്കാം കേട്ടോ. ദ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഹാവ് ദ വേവ് ലെങ്ത് ഷോർട്ടർ ദാൻ എക്സ്റേ. എക്സ്റേക്കാളും ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള ഏതിനായിരിക്കും ഇടാ? ഗാമ റേസ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെയല്ലേ? ഗാമ, എക്സ്റേ, UV വിസിബിൾ, അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങോട്ട് പോകുന്തോറും വേവ് ലെങ്ത് എന്തായിരിക്കും ഇടാ? വേവ് ലെങ്ത്തിന് എന്തായിരിക്കും മാറ്റം വരിക? കൂടുതലേ. അപ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത്, അതായത് ഓർഡർ പഠിച്ചല്ലേ വേവ് ലെങ്ത്തിൻ്റെ, ഇങ്ങനെയല്ലേ? ഗാമ, എക്സ്റേ, UV, IR, UV, വിസിബിൾ, റേഡിയോ, മൈക്കോ, അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ വേവ് ലെങ്ത് ഇങ്ങനെയായിരിക്കും ഓർഡർ. ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ്. അപ്പോൾ വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ ആർക്കാണ്? എക്സ്റേക്കാളും ഷോർട്ടർ വേവ് ലെങ്ത് ഇവിടെ വരുന്നത് ഗാമ റേസിനായിരിക്കും കേട്ടോ. അപ്പോൾ സോ ദ ആൻസർ ഈസ് എന്തായിരിക്കും? ഇങ്ങനെയാണ് നമ്മൾ ചോദിച്ചത്. ദ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വിച്ച് ഹാവ് എ വേവ് ലെങ്ത് ഷോർട്ടർ ദാൻ എക്സ്റേ. ആൻസർ എന്താടാ? ഗാമ റേ. ഗാമ റേ ആയിരിക്കും ആൻസർ വരിക കേട്ടോ. ഇനി ഇൻഫ്രാറെഡ് റേസ് ആർ ആൾസോ കോൾഡ്. ഇൻഫ്രാറെഡ് റേസിനെ നമ്മൾ കോമൺലി വിളിക്കുന്ന ഹീറ്റ് വേവ്സ് എന്നാണ് കേട്ടോ. എന്താണ് മക്കളെ? ഹീറ്റ് വേവ്സ് എന്നാണ് നമ്മൾ IR വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഗാമ റേ
8 ബി. 1 മാർക്ക് 2 മാർക്ക് കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? അപ്പം ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പം ഈ സെക്ഷനിൽ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? 13 തൊട്ട് അല്ലേ? 13, 14, 15, 16, 17. ഓക്കെ, 17 തൊട്ട് പിന്നെ അടുത്ത സെക്ഷൻ തുടങ്ങി കേട്ടോ. ഇതിനകത്ത് തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 17 പറഞ്ഞു, 18 പറഞ്ഞു കേട്ടോ. 17, 18. ഇനി 19 തൊട്ടിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.